നിങ്ങളെല്ലാം മറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കല്ല, എന്നിലൂടെ പരിശുദ്ധാത്മാവിന് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നിങ്ങളെല്ലാം മറക്കണം. എന്ത് മറക്കണം? നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ടെൻഷൻസ് മറക്കണം. നിങ്ങൾക്ക് PR താമസിക്കുന്ന മറക്കണം. നിങ്ങളുടെ പെൻഷൻ കിട്ടാൻ താമസിക്കുന്നത് മറക്കണം. നിങ്ങളുടെ ഏജൻറ്റ് നിങ്ങളെ വഞ്ചിച്ചത് മറക്കണം. നിങ്ങൾ ഓർക്കേണ്ട ഒരാളുണ്ട്, തനിക്ക് വേണ്ടി ജീവൻ വരെ, നമുക്ക് വേണ്ടി ജീവൻ വരെ തരാൻ കഴിവുള്ളവനും ആ തന്ന് സ്നേഹിച്ച ദൈവത്തെ നിങ്ങൾ ഓർക്കണം. എന്തിനാണ് ഓർക്കണത്? അവനെ ഓർക്കുമ്പോഴേ അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ വളരും. ഓർമ്മയാണ് സ്നേഹത്തിൽ വളർത്തുന്നത് നമ്മളെ. ഇപ്പം കുർബാന ഒരു ഓർമ്മയല്ലേ? കുർബാന ഓർമ്മയല്ലേ? എന്തിൻ്റെ ഓർമ്മയാണ്? അവൻ്റെ അവസാനത്തുള്ളി ചോര വരെ കുരിശിൽ പരിഹാരമായി നമുക്ക് വേണ്ടി ചിന്തിയതിൻ്റെ ഓർമ്മ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിന് അന്ത്യത്താഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കമ്മിറ്റ്മെൻറ്റാണ് കുർബാനയിലൂടെ വരണത്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അദമ്യമായ അവസാന രൂപമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാന എന്ന് പറയുമ്പോൾ ഉടനെ മുട്ടേ നിൽക്കും നമ്മളല്ലേ. കുർബാന ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? മുട്ടേ നിൽക്കും. ആദരവോടെയും ആരാധനയോടെയും നമ്മൾ മുട്ടേ നിൽക്കുമ്പോൾ അത്താറയും മണ്ണിക്കിലുങ്ങുകയും ധൂപം ആകാശത്തൊക്കെ ഉയരുകയും ചെയ്യണത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യേശുവേ, സ്വർഗ്ഗീയ ആരാധനയിലേക്ക് നമ്മളെ വിളിച്ച ദൈവ സ്നേഹത്തിന് നന്ദി പറയുന്നു. വിളക്കിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടും, അകലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും. അപ്പം കിട്ടാതിരിക്കത്തില്ലല്ല, എന്തായാലും കിട്ടാതിരിക്കത്തില്ലല്ല. വിളക്കിങ്ങനെ കത്തിച്ച് വെച്ചാൽ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടും, അകന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും. അപ്പോൾ എന്താ, ചൂടായാലും വെളിച്ചമായാലും കിട്ടാണ്ടിരിക്കത്തില്ലല്ല. ഇതുപോലെയാണ് ദൈവം. അതായത് ഈ ഉടമ്പടിയിലൂടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചുവെന്ന് കണ്ടാൽ അടയാളങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അടയാളങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. മനസ്സിലായില്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം, പഠിച്ചതിന് ശേഷം പൗലോസ് പറയുന്ന അവസാന വാക്കുണ്ട്. എന്താണ്? ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി പറയും. ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് പൗലോസാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 14:1. 1 കൊരിന്തോസ് 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞേ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഉടമ്പടിയിലെ ലക്ഷ്യം എന്തായിരിക്കും? അത്രേ ഉള്ളു. ഉടമ്പടിയിൽ എന്താണ്? ജപ്തിയല്ല ലക്ഷ്യം, PR അല്ല ലക്ഷ്യം, പെൻഷൻ ലക്ഷ്യം, സ്ഥലം വിൽക്കുന്ന ലക്ഷ്യം, കല്യാണമല്ല ലക്ഷ്യം, പിള്ളേരുണ്ടാകണ ലക്ഷ്യം. പിന്നെ എന്താണ് ലക്ഷ്യം? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇത് നിങ്ങൾ ആ ഫോർമാറ്റിലേക്ക് ഇത് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഉപവിപ്രവർത്തനങ്ങളെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പേരിലായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? നമ്മളുടെ തിടുക്കമുണ്ട് നമുക്ക്, പക്ഷെ അത് വിഷയബന്ധിയാണ്. തിടുക്കമുണ്ട് നമുക്ക്. എന്താണ്? നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിന് പോകാൻ വേണ്ടിയുള്ള തിടുക്കമാണ്. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിടുക്കമില്ല. വിഷയബന്ധിക്കാർക്ക് തിടുക്കങ്ങൾ സീസണബിളായിട്ട് വരുന്നതാണ്. അതിന് ഉടമ്പടിയോട് ഡയറക്റ്റ് ബന്ധമില്ല.
ഞാനീ പറഞ്ഞ റീഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോഴേ നമ്മുടെ ലക്ഷ്യം ആരായിരിക്കും? ക്രിസ്തുവായിരിക്കും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പൊ കാനായിലെ കല്യാണത്തിന് വീട്ടിലുണ്ടായ ഒരു പരുവക്കേട്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ പറയണത്? പിഞ്ഞ് തീർന്നു പോണ് അല്ലേ, അരി തീർന്നു പോണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് പരുവക്കേടെന്ന് പറയും. ഈ പരുവക്കേടാണ് ശരിക്കും അതിനെ എങ്ങനെ ക്രിസ്തുവിൻ്റെ സാധ്യതകളെ സാക്ഷാത്കരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ദൈവം. നിങ്ങളുടെ പരുവക്കേടെന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചായാലും, ഇപ്പോൾ ഭർത്താവ് വെള്ളവടിയാണ്, ഭർത്താവിന് സംശയമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ട്, അതൊരു വിഷയമാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു മാന്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇതെല്ലാം എന്താണ്, എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ വിഷയങ്ങളെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞ ആ അറിവിൽ നിങ്ങൾ വളരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ ദൈവ പൈതലാണ് നീയെങ്കിൽ നീ അതിനെ അമ്മയെപ്പോലെയാണ്. ആ കാനായിലെ കല്യാണത്തിൽ ചെറിയൊരു പ്രശ്നമാണ്, അത് ക്രിസ്തുവിനെ തിരികെ കയറ്റാനുള്ള, ക്രിസ്തുവിനെ ആവിഷ്കരിക്കാനുള്ള, ക്രിസ്തുവിനെ അറിയിക്കാനുള്ള, അവൻ്റെ വലിമ അറിയിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനിൽ ജനത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷനായിട്ട് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവമല്ല, അമ്മയിലൂടെയാണ് അത് ചെയ്തിരിക്കണതേ ഉള്ളത്. അപ്പം നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ, ഈ ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ്. ക്രിസ്തു വളരുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ചിലർ പറഞ്ഞു ഞാൻ ഉടമ്പടി മരണം വരെ തുടരുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഉടമ്പടി ബേസിക്കായിട്ട് ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവത്തിൻ്റെ ഒരു സ്വർഗീയ പദ്ധതിയാണത്. അത് സത്യസന്ധമായിട്ടാണ്, അത് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരിക്കും സർട്ടിഫിക്കറ്റ്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു, ടോം വർഗീസ്, അങ്ങനെ പേരുതാ, അങ്കമാലി ഡോക്ടർ ടോണി നെൽസൺ. ഈ ടോണി നെൽസൺ, നാൻസി, അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. ഭാര്യ ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രി ഡോക്ടർ, ഭർത്താവ് നമ്മുടെ ലിറ്റിൽ ഫോർ അങ്കമാലിയിലെ ഡോക്ടറാണ്. പക്ഷേ ഇവർക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ 5 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, 6 കുഞ്ഞുങ്ങളുണ്ട് അവർക്ക്. എല്ലാം പൊടിപ്പൊടി കുഞ്ഞുങ്ങളാണ് ശരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരും ചെറുപ്പക്കാരാണ്, അത്ര പ്രായമുള്ളവരല്ലേ, ഒരു 40 വയസ്സിനൊക്കെ താഴെയുള്ള കക്ഷികളാണ്. അവർക്ക് 6 കുഞ്ഞുങ്ങൾ. അവരെല്ലാം കൂടി നല്ല രസമാണ്, നമ്മുടെ ഇട്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ അതല്ലേ എനിക്കത് തോന്നിയതേ. ഡോക്ടർ പറയണേ, എൻ്റെ ഈ 4ാമത്തെ മോനെ അവൻ്റെ കാലിങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മെഡിക്കൽ സയൻസിൽ തിരിച്ചു വരാൻ കുറച്ച് പ്രശ്നമുണ്ട്. ഡോക്ടറിനെക്കുറിച്ച് ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഡോക്ടർ എന്നാ ചെയ്തിരിക്കണേ, 2 ഡോക്ടേഴ്സുമായി കൂടെ വന്ന് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി ചെയ്തിട്ട് എന്താ ചെയ്യിക്കണേ? ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി തൈലം എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ വളഞ്ഞുപോയ കാലെ പെരട്ടി കൊടുക്കും. ഇപ്പം അടുത്ത കുറച്ച് നാൾക്ക് തന്നെ അത് 90% നിവർന്ന ആ കാലേ. ആ സാക്ഷ്യം ഞാൻ ഇവിടെ നിന്ന് കേൾക്കായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളഞ്ഞ കാലിലൂടെ
ക്രിസ്തു നമ്മുടെ കുടുംബത്തിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. മനസ്സിലായ? ആ കാല് നേരെ ഇരുന്നെങ്കിൽ ക്രിസ്തുവിന് സാധ്യതയില്ല അവിടെ വരാൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ്. പിന്നെ അവിടെ ഒരു എളിമപ്പെടലുണ്ട്. ചില ഡോക്ടർമാരാകുമ്പോൾ മെഡിക്കൽ സയൻസാണ് എല്ലാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നടക്കുന്ന ഡോക്ടർമാരും ഉണ്ട്. അത് ഭയങ്കര ഗതികേടാണ് ശരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയതേ, എനിക്ക് നിരീശ്വരന്മാരോടൊക്കെ ഭയങ്കര സങ്കടം തോന്നി. അതൊക്കെ മുമ്പ് എനിക്ക് അവരോടൊക്കെ പുച്ഛമായിരുന്നു. കാര്യം അവർക്ക് അതിനൊക്കെയുള്ള കൃപ ദൈവം കൊടുത്തില്ല എന്ന് ഓർത്തിട്ടാണ് അവരുടെ ഈ വൈജ്ഞാനിക വങ്കത്വം കൊണ്ടല്ലേ അവർ ദൈവത്തെ തള്ളിപ്പറയണമെന്ന് ഓർത്തിട്ട് എനിക്ക് അവരുടെ പുച്ഛമായിരുന്നു. പക്ഷേ 2004 അമ്മയെ കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിത രീതിയിലെല്ലാം മാറ്റമുണ്ടായി, ചിന്താരീതി മാറ്റമുണ്ടായി. ഞാൻ പറഞ്ഞു, ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കാൻ ഒരു പഴുത് കിട്ടാത്തതാണ്. ദൈവത്തെ കാണാനോ വിശ്വസിക്കാനോ ഒരു പഴുത് കിട്ടാത്തതാണ്. അയ്യോ, ഇങ്ങനെ കുറേ. അതുപോലെ തന്നെ ചില വൈദികരും ഇതുപോലെ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് പറയും, ഒരു വൈദികൻ ഒരു വാർഷിക ധ്യാനത്തിന് ഞങ്ങളെ ധ്യാനിപ്പിക്കുകയാണ്. അപ്പം ധ്യാനിപ്പിച്ചിരിക്കുന്ന ധ്യാനഗുരു തന്നെ പറയണം ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ലെന്ന്. അപ്പം ഞാനുടനെ കൈപൊക്കി നിർത്താൻ പറഞ്ഞു. കാരണം അങ്ങേർക്ക് വിവരമില്ല. പക്ഷെ ദൈവവും അമ്മയെ ഞാൻ നേരിട്ട് കണ്ടയാളാണ്. അപ്പം ഞാൻ അവിടുന്ന് അത് പറയാതെ പോന്നു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഇരിക്കുന്ന 10-50 അച്ഛന്മാരുണ്ട്, പിന്നെ ധ്യാനഗുരു ഉണ്ട്. ഇവർ ഈ പറയുന്ന വിഡ്ഢിത്തരം സത്യമാണെന്ന് മറ്റുള്ള വിഷയത്തിൽ സാത്താൻ പ്രവർത്തിക്കും. അപ്പം സാത്താൻ്റെ മണം അവിടെ നിൽക്കണ കാരണം ഞാൻ യേശുക്രിസ്തുവിനെ ഏറ്റുപറയാൻ ബാധ്യസ്ഥനാണ് അവിടെ. എന്താ കാര്യം? ഞാനത് കണ്ടിട്ട് സാക്ഷിയാക്കി, ദൈവം എന്നെ സാക്ഷിയാക്കിയതാണ്. അപ്പം തന്നെ വാർഷിക ധ്യാനത്തിൽ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ ശരിയല്ല, ദൈവാനുഭവം സത്യമാണ്, അത് ടാൻജിബിളാണ്, ഞാനാണ് അനുഭവസ്ഥനെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ കണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും. എന്താ ഇങ്ങനെ കുറേ വൈജ്ഞാനിക വങ്കത്വം കയറിയിട്ട് ബുദ്ധിയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന കുറേ സാഹചര്യങ്ങൾ അക്കാഡമിക് ലെവലിൽ ചിലരില്ലെങ്കിലും ഉണ്ട്. ഇതൊന്നും ഞാൻ തിരിച്ചെടുക്കാൻ തയ്യാറല്ല. എന്താ കാര്യം? ഞാൻ സഭയിൽ അനുഭവിച്ചിരിക്കുന്ന വിഷയമാണ്. ബുദ്ധിപരമായിട്ട് ദൈവത്തെ കാണാൻ പരിശ്രമിക്കുകയും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആധ്യാത്മിക വരൾച്ചയുടെ പേരിൽ ഇവർ ദൈവമാണെന്നും പറഞ്ഞ് വേറെ ദൈവങ്ങളെ അവർ ബുദ്ധിപരമായിട്ട് ഉണ്ടാക്കുന്ന ദൈവങ്ങളെ സൃഷ്ടിക്കുകയും ജനത്തിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക വരൾച്ചയുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആളെ ട്രാക്ക് ഔട്ടാണെന്ന് മനസ്സിലാകും. ഇയാളെ ട്രാക്ക് ഔട്ടാണ് മനസ്സിലാകുക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിനെതിരെ പറയുന്ന ഒരു കാര്യം കേൾക്കാനോ ബാധ്യസ്ഥരല്ല നമ്മൾ. എപ്പോഴും ഓർത്തേക്കണം. നമ്മൾ ഒരു കർത്താവ് പറഞ്ഞില്ലേ, ഒരു അത്തിവൃക്ഷം നട്ടു, ഒരുത്തനും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്നൊരു കാട്ടത്തിവൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പം കാട്ടത്തിവൃക്ഷത്തിന് എന്തുമാത്രം ഫെൻസിങ്ങാണ് ചെയ്തിരിക്കണത്. അതുപോലെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും വളർത്താനും നമുക്ക് ബാധ്യതയുണ്ട്. വായി നോക്കികളെല്ലാം TV ഇരുന്നുണ്ട് കുരക്കണമെല്ലാം കേട്ടിട്ട് അതാണ് സത്യമെന്ന് പറഞ്ഞ് നടക്കരുത്. നമുക്ക് അങ്ങനെയുള്ളപ്പോൾ തന്നെ സാധനം ഓഫ് ചെയ്ത് കളയണം. എന്താ കാര്യം? നമുക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ നേടിയെടുത്തതിന് മുറുകെ പിടിച്ചുകൊണ്ട് പോകണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫിലിപ്പി 3:16. ഫിലിപ്പി 3:16. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. ഇത് ഒരു ബാധ്യതയാണ് ആധ്യാത്മികമായ. നമ്മൾ ഓരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചെന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. അല്ലാതെ എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഒരു വിഷയം തോറ്റെന്ന് പറഞ്ഞാൽ ആ തോറ്റ വിഷയത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അവലംബം വെക്കാനും വിശ്വാസത്തെ വർദ്ധിക്കാനും കൂടുതൽ പുണ്യങ്ങളിൽ പുരോഗമിക്കാനും കൂടുതൽ സുവിശേഷ സാക്ഷിയാക്കാനും അങ്ങനെ ആ വിഷയം തന്നെ എടുത്തുകൊണ്ട് ക്രിസ്തു വളരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാത്ത ആൾക്കാർ എടുത്തിരിക്കുന്ന ഉടമ്പടിയല്ല, ഉടായ്പാണ്. എന്താ കാര്യം? അവിടെ കാര്യം കാണാൻ വേണ്ടി ഏതോ പരിപാടിയൊക്കെ എന്തൊക്കെ എഴുതിയിട്ടിട്ട് ഇവർ വീട്ടിൽ പോയി കുത്തിയിരിക്കുകയാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്?
നിൻ്റെ ഓരോ വിഷയത്തിലൂടെയും ദൈവത്തെ നീയും തമ്മിലുള്ള ബന്ധത്തെ വർദ്ധിപ്പിച്ചെടുക്കുക. ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ ഉദ്ദേശം നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കുക മാത്രമാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല. എന്താണ്? നമ്മളെ ദൈവത്തിൽ കൂടി വളർത്തുകയും നിത്യതയിൽ കൃപയിൽ സമൃദ്ധമാണ്. ഞാൻ വന്നിരിക്കുന്നത് ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പൊ ഈ കിട്ടിയതല്ല, അത് സമൃദ്ധമാകാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതം സ്വച്ഛമായ ഒരു നീർച്ചാല് പോലെ എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ഒരു വിഷയം കഴിയുമ്പോൾ അടുത്തൊരു വിഷയം ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. ഒരു വിഷയം കഴിയുമ്പോൾ വേറൊരു വിഷയം വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവൻ സമൃദ്ധിയിലേക്കുള്ള പ്രയാണങ്ങളിൽ ദൈവത്തിന് ആ അവലംബം വെക്കാനുള്ള അവസരങ്ങൾ ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അവസരത്തിനത് ഉയരുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ബുദ്ധിയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറിയതിൽ ആദ്യമായി തന്നെ അമ്മയോടും ഈശോയോടും 1000 നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോബി ബിജു. ഞങ്ങൾ മുരിങ്ങൂർ, ചാലക്കുടിക്കടുത്തുള്ള മുരിങ്ങൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 3-ാം തീയതിയാണ്. എനിക്ക് വളരെ അപൂർവമായൊരു അസുഖമായിരുന്നു, മോർബൻ സിൻഡ്രം എന്ന് പറയും. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത ശരീരം മൊത്തം അസുഖമാണ്. ശരീരം മൊത്തം വേദന, ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹൈ ആവും, 300 വരെ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട്. പിന്നെ എല്ലാ ദിവസവും തലവേദനയാണ്. പിന്നെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും വേദനയില്ലാത്ത ഭാഗങ്ങളില്ല. ശരീരത്തിൽ മൊത്തം മയോക്കീമിയ എന്ന് പറയും, ഒരു ഇടിപ്പ് വരും എപ്പോഴും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേദന സഹിക്കില്ല. പെയിൻ കില്ലർ കഴിച്ചാൽ പോലും വേദന മാറാറില്ല. ഇടയ്ക്ക് ഞാൻ വീഴും. ഒരു പ്രാവശ്യം വീണ് എൻ്റെ കാലിൻ്റെ 2 എല്ല് ഒടിഞ്ഞു പോയി. എനിക്ക് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ഫാറ്റ് എംബോളിസം വന്നു. മജ്ജയുടെ അംശം ഹാർട്ടിലേക്ക് കയറിപ്പോയി. വളരെ സീരിയസ് ആയിരുന്നു. 2018 എംബോളിസം വന്നത്. അപ്പോഴാണ് പിന്നെ എൻ്റെ രോഗം മൂർജിച്ചു പോയത്. പിന്നെ എനിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യണോളം തോന്നും. ഒരാൾ സംസാരിക്കുമ്പോൾ 2 ചെവിയിലും 2 ഒച്ചയായിട്ട് കേൾക്കും. അങ്ങനെ ഈ രോഗത്തിന് അപൂർവമായ ഓരോ അവസ്ഥകളാണ്. ചില സമയത്ത് നമുക്ക് പേടി തോന്നും. ആ ഒരു സമയത്ത് ഞാൻ വീണ് കിടക്കുമ്പോൾ എനിക്ക് കൃപാസന പത്രം ആരോ എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിരുന്നു. ഞാൻ ആ അമ്മയുടെ ആ പത്രം വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇതിന് രോഗം കണ്ടുപിടിച്ചപ്പോൾ ഈ രോഗത്തിന് ആകെയുള്ള ചികിത്സ എന്ന് പറയുന്നത്, 1 പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യുക, 2 റിട്ടിക്സിമാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാൻ എനിക്ക് വളരെ റിസ്ക് ആയിരുന്നു. എനിക്ക് പ്രഷർ ചിലപ്പോഴൊക്കെ 20-30 എത്തും. ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹൈ ആവണ കാരണം പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യൽ നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞ കാരണം ഞങ്ങൾ റിട്ടിക്സിമാബ് എന്നൊരു ഇഞ്ചക്ഷൻ ഫോളോ ചെയ്തു. അങ്ങനെ അത് 3 മാസം കൂടുമ്പോൾ ചെയ്ത് 22 ഇഞ്ചക്ഷൻ 1 ഗ്രാം വെച്ച് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ മരുന്നിനൊരു ആൻറ്റിബോഡി ആയി. പിന്നെ ആ മരുന്ന് ഫലിക്കാതെ വന്നു. ഓക്സിജൻ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നെ 3 മാസം എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 2 മാസം കൂടുമ്പോൾ ചെയ്യണമെന്ന്. 1 ലക്ഷം രൂപയോളം ആവും ഒരു ഇഞ്ചക്ഷൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെയ്ത് പോരുമ്പോൾ. ഞാൻ പിന്നെ വിചാരിച്ചു ഇതിലും ഭേദം മരിച്ചു പോകണമാണ്. ഇനി 2 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഈ പൈസ മൊത്തം ഉണ്ടാവുക? അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാവരും എന്നോട് കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന കേസ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മേ എനിക്കും അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം, അതിനുള്ള വഴി അമ്മ ഒരുക്കി തരണമെന്ന് ഞാൻ പിന്നെ തുടർന്ന് എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് പെട്ടെന്ന് വീണൊക്കെ കാരണം യാത്ര ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. 6 വർഷത്തോളം ഞാൻ യാത്ര ചെയ്യാതെ എവിടേക്കും പോവാതിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ കൃപാസനമ്മയുടെ ഉടമ്പടി പുസ്തകത്തിലെ പ്രാർത്ഥനയും മെഴുകുതിരിയൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളത്തിരി എത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും. കാലത്തും വൈകുന്നേരത്തും പ്രാർത്ഥനകൾ എത്തിക്കും, ബൈബിള് വായിക്കും. പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് സാധിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു.
പിന്നെ ഈ ഓക്സിജൻ ഫുള്ളിങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് അറ്റ കഴിക്കണോണം പ്ലാസ്മ മാറ്റാനായിട്ട് ഞങ്ങളുടെ ഡോക്ടർ വില്ലിങ് ആയിരുന്നു. പക്ഷേ പ്ലാസ്മ എക്സ്ചേഞ്ച് നെഫ്രോളജിസ്റ്റുകളാണ്, അവർ സമ്മതിച്ചില്ല, ഇത്രയും റിസ്ക്കായ ഒരവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് പ്ലാസ്മ മാറ്റി തരണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മരിക്കണതാണ് നല്ലത്. ഞാൻ പറഞ്ഞു പൈസ ഇല്ല, ഇനി എത്രത്തോളം പൈസ ഇനി ഇതിന് വേണ്ടി വരുമെന്ന് അറിയില്ല, മരണം വരെ ഇഞ്ചക്ഷൻ പിന്തുടരാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന കൃപാസനമ്മയുടെ പ്രാർത്ഥന കാലത്തും വൈകാരം ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഡോക്ടറിൻ്റെ കോള് വന്നു. അവർ പകുതി വില്ലിങ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 24 ലൂർദ് ഹോസ്പിറ്റലിൽ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഞാൻ കൃപാസനമ്മയുടെ എൻ്റെ കയ്യിലുണ്ടായി. അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല, ചെറിയൊരു ലോക്കറ്റും പിന്നെ ആ ഉടമ്പടി ബുക്കുമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ എന്നെ ICUലേക്ക് കയറ്റിയപ്പോൾ ഈ ഉടമ്പടി പുസ്തകവും കൃപാസനമ്മയുടെ ആ ലോക്കറ്റും എൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ICUൻ്റെ ഉള്ളിലുണ്ടായി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പ്രഷർ വളരെയധികം കുറഞ്ഞു പോയി, 20ലേക്കൊക്കെ എത്തി, വളരെ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഞാൻ പിറ്റേ ദിവസം പ്ലാസ്മ എക്സ്ചേഞ്ചിനായിട്ട് റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃപാസനമ്മയുടെ ഉപ്പ് കലക്കി നാരങ്ങ വെള്ളം കലക്കി കൊണ്ടുപോയി. അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ 6 എപ്പിസോഡും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ പിന്നെ എനിക്ക് എൻ്റെ അസുഖത്തിൻ്റേതായ ഒരു ലക്ഷണങ്ങളും ഇപ്പോൾ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ കൃപാസനമ്മയ്ക്ക് 1000 നന്ദിയും സ്തുതിയും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകന് ഇതിൻ്റെ ഇടയിൽ എൻ്റെ മകനൊരു ദിവസം അപ്പോൾ എനിക്ക് ഈ അസുഖം ഞാൻ അസുഖത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി പോകും തോറും എൻ്റെ മക്കൾ ദൈവവിശ്വാസത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് വരുന്നു. അവർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, എല്ലാ ദിവസവും എന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിശ്വാസ പ്രമാണം എത്തിച്ചു തന്ന് എനിക്ക് കുരിശ് വരച്ചിട്ടാണ് അവർ ഉറങ്ങാറുള്ളൂ. അപ്പോൾ ഈ ഒരു അസുഖം വെച്ചതിൽ എൻ്റെ മക്കൾ ഒരുപാട് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് സാധിച്ചതിൽ അമ്മയോട് 1000 നന്ദി ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം അവന് പെട്ടെന്നൊരു നെഞ്ചിലേന വന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചാലക്കുടി സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുവന്നപ്പോൾ ECGയും ട്രോപ്പയും പോസിറ്റീവായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു 18 വയസ്സായ കുട്ടിക്ക് ഇത്രയും വരണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നില്ലെങ്കിൽ ലിസിയിലേക്കോ അല്ലെങ്കിൽ അമൃതയിലേക്കോ എത്തിക്കണം എന്ന് പറഞ്ഞു. ആകെ പേടിച്ചു പോയി. എനിക്ക് ഇത്രയും അസുഖം വന്നിട്ട് പോലും ഞാൻ ഇത്രയും പേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ജീവൻ എടുത്താലും എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം, അവനൊരു ആപത്തും സംഭവിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ അമൃതയിൽ ICU ബെഡ് ഇല്ലാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി അങ്കമാലി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വെച്ചപ്പോൾ അവിടേക്ക് പെട്ടെന്ന് കയറി. അവിടെ അവർ ഈ ടെസ്റ്റ് തന്നെ രണ്ടാമതും ചെയ്തപ്പോൾ അതേപോലെ തന്നെയുള്ള റിസൾട്ടാണ് കാണിച്ചത്. പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം കാലത്ത് തന്നെ ഹാർട്ടിൻ്റെ MRI എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. MRI എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് അറ്റാക്കിൻ്റെ അല്ല, മറിച്ച് ഹാർട്ടിന് നീർക്കെട്ട് വന്നിട്ടാണ്. 2 മാസം കഴിയുമ്പോൾ 2 മാസം വരെ നല്ല റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറിപ്പോണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ കൃപാസനം ഉടമ്പടി ഉപ്പും തേനും പിന്നെ കൃപാസന ഉടമ്പടി തൈലവും ഞാൻ അവൻ്റെ നെറ്റത്ത് തേച്ച് അവന് കുരിശ് വരച്ച് എല്ലാ ദിവസവും 2 മാസത്തോളം ഞാനത് ചെയ്തതിൻ്റെ ഫലമായി പിന്നീട് രണ്ടാം മാസം ഈ ടെസ്റ്റുകളൊക്കെ ആവർത്തിച്ചപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. അതിന് എൻ്റെ കൃപാസനമ്മയോട് 1000 നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇതിനിടയിൽ ഞങ്ങൾ ഇവന് +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവന് പുറത്തേക്ക് പോയി നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ആധാരത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊടുത്തതിന് ശേഷം ആധാരം നോട്ടറി പറഞ്ഞു നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ആധാരം ഒന്ന് തിരിച്ചു കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത കാശ് രൂപം കൊണ്ടുപോയി ഞാൻ നോട്ടറിയുടെ അടുത്തേക്ക് ചെന്നു. ബാഗിൽ നിന്ന് ഉടമ്പടി എടുത്ത ആ കാശ് രൂപം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യ്. അപ്പം ആ നോട്ടറി പറഞ്ഞു എന്നാൽ ഞാൻ രണ്ടാമതും വാല്യുവേറ്റർ ഒന്നും കൂടി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ വാല്യുവേറ്റർ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നവംബർ 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനുശേഷം വാല്യുവേറ്റർ വരുന്നതിന് മുമ്പ് ഞാൻ ഉപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോയ മണ്ണും ഞാൻ ആ സ്ഥലത്ത് ഞങ്ങളുടെ അതിർത്തികളിൽ ഞാൻ ഇട്ടു. വാല്യുവേറ്റർ വന്നപ്പോൾ വാല്യുവേറ്റർ പറഞ്ഞു നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവന് പോകാനുള്ള ലോൺ പാസ്സായി.
പിന്നെ സ്ഥലം ഓസ്ട്രേലിയ ആണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ആദ്യം വെച്ചത്. അപ്പോൾ ഇവന് PTA പരീക്ഷ 3 പ്രാവശ്യം എഴുതിയിട്ടും സ്കോർ കിട്ടിയിരുന്നില്ല. ഇൻഡിവിജ്വലും ഓവറോളും കൂടി 65 വേണം. അവന് 67 ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ ഒരു പ്രാവശ്യം എഴുതിയപ്പോൾ 62 അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയ ഉപേക്ഷിച്ച് UK നോക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ ഏജൻസിക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇനി UK നോക്കണുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്, ജോളി എന്ന് പേരായിട്ടുള്ള. അവൾ പറഞ്ഞു അവൾ ഉടമ്പടിയിലാണ്. അമ്മ നമ്മുടെ കൂടെ ഇല്ലേ, കൃപാസനമ്മ നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ ജോബ് എന്തിനാ വിഷമിക്കണേ, എന്തായാലും അവനെ കൊണ്ട് ഒരു പ്രാവശ്യം കൂടി പരീക്ഷ എഴുതിപ്പിക്കും, പൈസ ഞാൻ തരാം. 17,000 രൂപയാണ് ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിക്കുന്നതിന്, ഞാൻ അടച്ചോളാം പൈസ, എന്തായാലും അവനെ കൊണ്ട് ഒരു പ്രാവശ്യം എഴുതിക്കും. ഇവനോട് പറഞ്ഞു അമ്മയെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ടാവുമെന്ന് ഞാൻ പഠിച്ചെഴുതി, മാർക്കൊന്നും ഇത്രയും ഇതിലും കൂടുതലും കിട്ടില്ല എന്ന് കുറേ പറഞ്ഞെങ്കിലും അമ്മയോട് ഞാൻ ഈ ഒരു അമ്മ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ആ വാക്ക് എൻ്റെ ചെവിയിൽ ഉൾക്കൊണ്ട ആ ഒരു ബോധ്യത്താൽ ഞാൻ ഇവനെ കുറേ നിർബന്ധിച്ച് പരീക്ഷ എഴുതിപ്പിച്ചു. ഡിസംബർ 10-ാം തീയതിയാണ് അവൻ പരീക്ഷ എഴുതണേ. ഡിസംബർ 10-ാം തീയതി പരീക്ഷ എഴുതിയിട്ട് അവനും ഉടമ്പടി എടുക്കാനായിട്ട് ഡിസംബർ 12-ാം തീയതി ഇവിടെ വന്ന് മെയിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു റിസൾട്ട്. അപ്പോൾ അതിക്ക് മുന്നേ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ഇവിടെ ടോക്കൺ നമ്പർ കിട്ടിയത് 69 അപ്പോൾ ഞാൻ അന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ മകന് പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് തന്ന ഈ ടോക്കൺ നമ്പറിലുള്ള മാർക്ക് തന്നെ എനിക്ക് എൻ്റെ മകന് മാർക്കായിട്ട് തരോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ 12-ാം തീയതി വന്നു. അപ്പം ഞാൻ മെയിൽ നോക്കാൻ പറഞ്ഞു ഉടമ്പടി എടുത്തതിന് ശേഷം മെയിൽ നോക്കാമേന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം 12 മണിയായപ്പോൾ മെയിൽ നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അമ്മയോട് ചോദിച്ച അതേ മാർക്ക് തന്നെ, അതേ ടോക്കൺ നമ്പറിൽ കിട്ടി, അതേ നമ്പർ തന്നെ 69 കിട്ടി. എൻ്റെ മകന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള PTA പരീക്ഷ പാസ്സായി. പിന്നെ അതിനുശേഷം പിന്നെ വിസ വരാനായിട്ട് ഓസ്ട്രേലിയ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. ഓസ്ട്രേലിയക്ക് വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. വിസയ്ക്ക് 97,000 രൂപ വെച്ച് നിങ്ങൾ പൈസ വെറുതെ പോവുള്ളൂ, നമുക്ക് ഓസ്ട്രേലിയ നോക്കണ്ട. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ കൃപാസനമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ. ഞങ്ങൾക്ക് സാധാരണക്കാരായ ഒരാൾക്കാരാണ്. ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ബാങ്കിൽ. ആകെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ 5.5 സെൻറ്റ് സ്ഥലവും 2-3 കട റൂമാണ്. ഓസ്ട്രേലിയക്കൊക്കെ വിസ കിട്ടണമെങ്കിൽ ഡെപ്പോസിറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കൃപാസനമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ മകന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസ വന്നു. ഈ മെയ് 8-ാം തീയതി അവൻ ഓസ്ട്രേലിയക്ക് പോവാണ്, നഴ്സിങ്ങിന് പഠിക്കാനായിട്ട്, നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇവൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ ഇവൻ്റെ കയ്യിൽ കൃപാസനമ്മയുടെ എൻ്റെ കയ്യിലുള്ള ചെറിയ ലോക്കറ്റും പിന്നെ ഉപ്പും, പരീക്ഷ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഉപ്പ് നാവത്ത് വെച്ച് കുരിശ് വരച്ചു, അതേപോലെ തന്നെ ഉടമ്പടി തൈലം പുരട്ടി, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവനെ വിട്ടത്. പരീക്ഷ അത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞത്. പണ്ടത്തെയൊക്കെ പോലെ തന്നെയാണ് പരീക്ഷ എഴുതിയിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ച മാർക്ക് തന്നെ തന്ന് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ തന്നെ ഞാൻ കൃപാസന പത്രം ഇവിടുന്ന് പിന്നെ ഞാൻ എല്ലാ മാസവും വന്ന് ഉടമ്പടി എടുത്തവൻ എല്ലാ മാസം മുടങ്ങാതെ വന്ന് കൃപാസന പത്രം വന്ന് ഇവിടുന്ന് കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. ഞാൻ പറയുമ്പോൾ കൃപാസന പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അമ്മയുടെ അനുഗ്രഹം കൂടി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കാറ്. പിന്നെ അവസാനം അവരോട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ അവരോട് പറഞ്ഞ വാക്ക് ഞാൻ നിറവേറ്റാനായിട്ട് ഞാൻ പത്രം കൊടുത്ത എല്ലാവരുടെ നിയോഗങ്ങളും എല്ലാവരുടെ പ്രാർത്ഥനകളും അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പാണ്, ചുരിദാർ മെറ്റീരിയൽസിൻ്റെ. ആരെങ്കിലുമൊക്കെ ഡ്രസ്സിൻ്റെ കേസിൽ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവർക്കൊക്കെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ചുരിദാർ സഹായമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ആർക്കെങ്കിലേക്കൊക്കെ ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പനെ ഞാൻ 6 വർഷമായിട്ട് ഞാൻ പുറത്തേക്കൊന്നും പോയിരുന്നില്ല, വീഴ്ച പേടിച്ചിട്ട്. അത് പിന്നെ ഞാൻ ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ആരെങ്കിലുമൊക്കെ മുന്നിൽ പാവപ്പെട്ടവരായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ മാതാപിതാക്കളില്ലാത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും, മാതാപിതാക്കൾ ഉണ്ടായിട്ട് ഒരുപാട് മക്കളുകളെ നോക്കാതെ നടക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ഞാനൊരു കൊന്തെത്തിക്കും.
പിന്നെ വിശ്വാസ പ്രമാണം ഒരു കൊന്ത ഫുള്ള് ഒരു ദിവസം എത്തിക്കും. എത്രയും മാതാവ് ഒരു കൊന്ത ഫുള്ള് എത്തിക്കും. ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഉടമ്പടി ആരാധന കൂടാറുണ്ട്. പിന്നെ ഇന്നത്തെ ഉടമ്പടി ലൈവായി ദർശിക്കാമെന്ന് പറഞ്ഞിട്ട് 2 മണി തൊട്ട് 4-4:30 വരെ ഞാനത് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ ആ ഫോൺ ഓണാക്കിയിരുന്ന് അതിൽ ദർശിച്ചിട്ട് ഞാൻ എൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഞാൻ അതിൽ എഴുതിയിടാറുണ്ട്. അമ്മ പറഞ്ഞതിലോട്ട് കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ഉടമ്പടി എടുത്ത പിന്നെയാണ് എല്ലാ കാര്യങ്ങളും ശരിയായേ. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. എനിക്ക് വന്നിരിക്കുന്ന രോഗം മോർമാൻ സിൻഡ്രം എന്ന് പറയുന്നത് ലോകത്തിൽ 14 പേർക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു രോഗമാണ്. അത് മാറാനായിട്ടൊരു വഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ 3-ാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ 5-ാം തീയതി ഞാൻ റിവ്യൂവിന് ചെന്നപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ടുകളൊക്കെ കണ്ടിട്ട് ലൂർദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത്, ഏറ്റവും ആദ്യം എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഓ മൈ ഗോഡ് എന്നാണ് പറഞ്ഞത്. അത്രയും പോലും ഡോക്ടർ പോലും വിശ്വസിച്ചിരുന്നില്ല എൻ്റെ അസുഖം മാറുന്നുള്ളത്. തിരിച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്.